Hello guys, നമ്മുടെ RRB NTPC എക്സാം ഉടനടി സ്റ്റാർട്ട് ചെയ്യും. സോ മാർച്ച് 16 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി അധികം സമയമില്ല, നമുക്ക് ഉള്ള ടൈമിൽ ഏറ്റവും നല്ല ഷോർട്ട് കട്ട്സ് പഠിച്ച് എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണം ഇതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എപ്പോഴും എല്ലാ വർഷവും എല്ലാ ഷിഫ്റ്റിലും സ്ഥിരമായിട്ട് 2 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം ചോദിക്കാറുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ടോപ്പിക്കിൽ നിന്നും എടുത്തിരിക്കുന്ന ചില ഷോർട്ട് ട്രിക്കുകളാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലെ ഷോർട്ട് ട്രിക്കുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൻ്റെ ആൻസർ 5 സെക്കൻഡിനുള്ളിൽ, ചില ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പെൻ ആൻഡ് പേപ്പർ പോലും യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാം തന്നെ 2025 RRB NTPC എക്സാമിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ കഴിഞ്ഞ വർഷം നടന്നിരിക്കുന്ന RRB NTPCയുടെ 48 ഷിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. 48 ഷിഫ്റ്റിലെ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ 3 പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസിൽ വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു പാരഗ്രാഫ് പോലെ ഒരു വലിയ ക്വസ്റ്റ്യൻ തരികയാണ്. അതായത് ആദ്യം ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഇത്ര ശതമാനം മാർക്കപ്പ് ചെയ്തു, എന്നിട്ട് അതിൽ ഇത്ര ഡിസ്കൗണ്ട് കൊടുത്തു, എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എഫക്റ്റീവ്ലി എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കുന്ന ടൈപ്പ്. പിന്നെ ബയർ ബാർഗെയിൻ ചെയ്യുന്നത്, അതായത് നിങ്ങളൊരു സാധനം സെല് ചെയ്യുന്ന സമയത്ത് ആ വാങ്ങിക്കുന്നയാൾ ഇത്ര ശതമാനം ഡിസ്കൗണ്ട് വേണം എന്ന് നിങ്ങളോട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ വില പേശാന്ന് പറയാം അല്ലേ, അത്തരത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, കാരണം വലിയ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടുകയും ചെയ്യും. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ് മാർക്കപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ 3ഉം റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ഷിഫ്റ്റുകളിലും മാറി മാറി ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ടുകളാണ് നമ്മളിതിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കപ്പും ഡിസ്കൗണ്ടും പ്രോഫിറ്റും കൂടെ 3ഉം കൂടി ഒരുമിച്ച് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സാധാരണ കേസിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പം നമ്മൾ അവിടെ ഒരു കോസ്റ്റ് പ്രൈസ് ഇത്ര രൂപയാണെന്ന് അസ്യൂം ചെയ്യും, എന്നിട്ട് അതിന് നമ്മൾ പ്രോഫിറ്റ് എടുക്കും, പിന്നെ നമ്മൾ അതിന് ഡിസ്കൗണ്ട് എടുക്കും. അങ്ങനെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്ന ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇപ്പോഴും വരിക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ വരുന്ന കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആർട്ടിക്കിൾ ഒരാൾ വിൽക്കുന്നതിന് മുൻപ് അതിൻ്റെ വില ഇത്ര ശതമാനം കൂട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 100 രൂപയുള്ള ഒരു ഐറ്റം ആണെങ്കിൽ അതിൻ്റെ വില 20% കൂട്ടി 120 രൂപയാക്കും. എന്നിട്ട് അതിനകത്തൊരു 10% ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ ഈ 20% കൂട്ടിയതിൽ നിന്നും 10% ഡിസ്കൗണ്ട് കുറച്ച് കഴിയുമ്പോഴാണ് ഇയാളുടെ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. അതുപയോഗിച്ചുകൊണ്ട് ഇയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ലോങ് മെത്തേഡിൽ അസ്യൂം ഒക്കെ ചെയ്ത് സോൾവ് ചെയ്യാൻ ഒത്തിരി സമയം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ 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 സിമ്പിളാണ്. അപ്പോൾ ഇവിടെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ടുണ്ട്. 2025 കഴിഞ്ഞ വർഷത്തെ ഒരു എക്സാമ്പിൾ ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി നോക്കാം. An article was bought for 1300, then the price was marked by 35%. Thereafter it was sold at a discount of 20% on the marked price. അപ്പോൾ ആദ്യം ഒരു സാധനം വാങ്ങിച്ചു, അപ്പോൾ CP നമുക്കുണ്ട്, അതിൻ്റെ പ്രൈസ് 35% കൂട്ടി, എന്നിട്ട് 20% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പം എഫക്റ്റീവ്ലി എത്ര പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടെക്നിക്ക് ഉണ്ട്. നിങ്ങൾ ഇത്ര ചെയ്താൽ മതി, എത്ര ശതമാനം കൂട്ടുന്നോ അതിൽ നിന്നും നമ്മുടെ ഡിസ്കൗണ്ടിൻ്റെ ശതമാനം നേരെ അങ്ങ് കുറയ്ക്കുക. അപ്പോൾ 35-ൽ നിന്ന് 20 പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 15 എന്ന് കിട്ടും. ഇനി വീണ്ടും അതിൽ നിന്ന് ഒരു വാല്യൂ കൂടെ കുറയ്ക്കണം. അത് ഏത് വാല്യൂ എന്ന് വെച്ചാൽ ഇതിനെ രണ്ടിനെയും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്കിവിടെ 35 × 20 ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ബേസിക്കലി എത്ര കിട്ടും? 35 × 20 ചെയ്താൽ നമുക്ക് 700 കിട്ടും. -100 ചെയ്താൽ 7 കിട്ടും. സോ 15 - 7 ചെയ്താൽ 8% എന്ന് കിട്ടും. സോ ഡയറക്റ്റ്ലി ഓപ്ഷൻ 4-ലുള്ള 8% ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം. അപ്പോൾ അത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെൻ ആൻഡ് പേപ്പർ പോലും യൂസ് ചെയ്യാതെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോർമുല എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പെർസെൻറ്റേജ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാകും എഫക്റ്റീവ് പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ. അതായത് ഒരു വസ്തുവിൻ്റെ മൂല്യം A% കൂടി വീണ്ടും B% കൂടുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ മൂല്യം മൊത്തത്തിൽ എത്ര കൂടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നത് A+B അല്ല, പകരം A+B + AB / 100 എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അതേ കോൺസെപ്റ്റാണ് നമ്മൾ ഇവിടെയും
യൂസ് ചെയ്യുന്നത്, ഇവിടെ ആദ്യം 35% കൂടി, ബി എന്ന് പറയുന്നത് ഇവിടെ കൂടുകയല്ല കുറയാണ് ചെയ്യുന്നത്. സോ ആദ്യം 35% കൂടി, താഴേക്ക് 20% വന്നു. അതിനുശേഷം ഈ പ്ലസ് എ ബി ബൈ 100ന് പകരമാണ് നമ്മൾ മൈനസ് ഓഫ് എ ബി ബൈ 100 ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. പക്ഷേ നിങ്ങൾ ഇത്രയും കോൺസെപ്റ്റിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, സോ കഴിഞ്ഞ വർഷത്തിലെ മറ്റൊരു ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്ന അതേ പാറ്റേൺ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. സോ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഡെസ്ക് ഇസ് 7725 which is 25% above the CP. It is sold at a discount of 4% on the market price. Find the profit percentage. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് 1300 എന്ന് തന്നു, ഈ ക്വസ്റ്റ്യനിൽ 7725 എന്ന് തന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല. അത് നമ്മൾ ചുമ്മാ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. അതില്ലാതെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. സോ ആദ്യം 25% കൂട്ടി, അതിൽ നിന്നും 4% കുറച്ചാൽ എത്രയാണ് നമുക്കിവിടെ കിട്ടുന്നത്? 21%. ഇനി എന്താ ചെയ്യേണ്ടത്? 25 into 4 divided by 100. 100 by 100 ചെയ്താൽ 1 വരും. 21 minus 1 ചെയ്തിട്ടുണ്ടെങ്കിൽ 20% എന്ന ആൻസർ കിട്ടും. സോ നേരെ ഓപ്ഷൻ 3യിലുള്ള 20% ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം. ഓക്കെ, അപ്പോൾ അത്ര സിമ്പിളായിട്ട് അധികം കാൽക്കുലേഷൻ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇനി നമ്മുടെ സെക്കൻഡ് ടൈപ്പിലേക്ക് പോകാം. നമ്മുടെ സെക്കൻഡ് ടൈപ്പിൻ്റെ പേര് ബയർ ബാർഗെയിൻസ് എന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ആദ്യം ഒരു സാധനം വാങ്ങിച്ചു, അത് ഇത്ര വിലയായി. പിന്നെ അയാൾ രണ്ടാമതൊരു സാധനം വാങ്ങിച്ചു, അതിന് ഇത്ര വിലയായി. അപ്പോൾ ഇയാൾ ആദ്യത്തെ സാധനം വിൽക്കുന്ന സമയത്ത് ബയർ പറഞ്ഞു പ്രോഫിറ്റ് നിങ്ങൾ ഇത്ര എടുത്തോളൂ, പക്ഷേ എനിക്ക് ഇത്ര വില കുറച്ച് തരണം, അതായത് ഡിസ്കൗണ്ട് കൊടുത്ത് തരണം എന്ന് പറഞ്ഞു. സോ ഇത്തരത്തിൽ ഒരു ബയർ ബാർഗെയിൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ രണ്ടാമത് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും, കാരണം വലിയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് സോൾവ് ചെയ്തെടുക്കാൻ അത്ര സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 2025 പ്രീവിയസ് ഇയർ ചോദ്യം ഒന്ന് ആനലൈസ് ചെയ്ത് നോക്കാമേ. Gaurav bought the first pen for 444 and the second pen for 356 respectively. അപ്പോൾ ഗൗരവ് 2 പേന ഇവിടെ വാങ്ങിച്ചു. ഒന്നാമത്തെ പെന്നിന് അയാൾ കൊടുത്ത വില കോസ്റ്റ് പ്രൈസ് എത്രയാണ്? അതായത് നമ്മുടെ CP1 ആണ് കേട്ടോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഗൗരവിൻ്റെ CP1 എന്ന് പറയുന്നത് 444ഉം CP2 എന്ന് പറയുന്നത് 356 റുപ്പീസുമാണ്. നൗ ഹി സെൽസ് ദി ഫസ്റ്റ് പെൻ അറ്റ് 75% ഓഫ് ദി പ്രോഫിറ്റ്. അപ്പോൾ ഇയാൾ 75% പ്രോഫിറ്റ് എടുത്തിട്ടാണ് ഇത് വിൽക്കുന്നത്. പക്ഷേ ദ ബയർ ബാർഗെയിൻസ് ഫോർ ദ പ്രൈസ് ആൻഡ് ഹി ഹാസ് ടു ഓഫർ എ 14% ഡിസ്കൗണ്ട്. അപ്പോൾ ഇയാൾക്ക് ഈ 75% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ പ്രശ്നം എന്താ? അതിൻ്റെ കൂടെ ഒരു 14% ഡിസ്കൗണ്ട് കൊടുക്കണം. ആൻഡ് ദ സെക്കൻഡ് പെൻ അറ്റ് 48% പ്രോഫിറ്റ്. രണ്ടാമത്തെ പെന്നിന് അവിടെ ഡയറക്റ്റ് പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ, ഡിസ്കൗണ്ട് വരുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഹി ഹാഡ് ഇൻ ദിസ് ട്രാൻസാക്ഷൻ. മൊത്തത്തിൽ ഇയാൾക്ക് കിട്ടിയ പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ റുപ്പീസിൽ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ കുറേ സമയം എടുത്ത് സ്റ്റെപ്പൊക്കെ എഴുതി സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനേ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളിപ്പം ഒരു സാധനം 100 രൂപയ്ക്ക് വാങ്ങിച്ചു, നിങ്ങളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കുക. അതിന് നിങ്ങളൊരു 20% പ്രോഫിറ്റിൽ വിൽക്കുമ്പോൾ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 120 രൂപയായിരിക്കും. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം. ഇനി ഞാൻ പറയണ കേട്ടോണേ, ഇതേ 100 രൂപയുള്ള സാധനത്തിന് നിങ്ങൾ ഒരു 20% ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നതെങ്കിലോ, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയായിരിക്കും? അവിടെ 80 രൂപയായിരിക്കും. അല്ല, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 80 രൂപയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേ കോൺസെപ്റ്റ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഇത്രയൊന്നും സ്റ്റെപ്പ് എഴുതി നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 100 രൂപയുള്ള ഒരു സാധനം അതിന് 20% പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ SP എന്ന് പറയുന്നത് 1.2. എവിടുന്ന് ഈ 1.2 കിട്ടിയത്? 1 + 0 പ്രോഫിറ്റ് എത്രയാണോ അത് നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്യാം. 1.2 ഇൻറ്റു നമ്മുടെ CP 100, അതാണ് 120 രൂപ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ 20% നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തു. സോ 20% എന്ന് വെച്ചാൽ എത്രയാണ്? 20/100. സോ 100ൽ 20 ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 100ൽ നിന്ന് 20 പോയാൽ 80 കിട്ടും അല്ലേ? സോ 80% ആണ് അതിൻ്റെ ആക്ച്വൽ വാല്യൂ. അപ്പോൾ ഇവിടെ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.8. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്? 80% അല്ലേ? അതുകൂടി എഴുതാം. 80% എന്ന് പറഞ്ഞാൽ 0.8 ഇൻറ്റു 100 അല്ലെങ്കിൽ ഇൻറ്റു നമ്മുടെ CP. അതാണ് നമ്മുടെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന ആകെ തുക. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്കറിയാമെങ്കിൽ ഈ ചോദ്യം സിമ്പിളായിട്ട്
നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മുടെ CP എത്രയാണ്? 444 ഇൻറ്റു ആദ്യം അവിടെ എന്ത് പറ്റി? 75% പ്രോഫിറ്റ് വന്നു. സോ 1.75 ഇൻറ്റു ഡിസ്കൗണ്ട് എത്രയാ? 14%. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 100ൽ നിന്ന് 14 പോയിട്ടുണ്ടെങ്കിൽ പിന്നെ 86 ആണ് വരുന്നത് അല്ലേ? സോ അപ്പോൾ നമുക്കിവിടെ 0.86. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ്, ഒന്നാമത്തെ സെല്ലിംഗ് പ്രൈസ്. ഇനി രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് 356 രൂപയാണ് രണ്ടാമത്തെ CP. അവിടെ അയാൾക്ക് ഡയറക്റ്റ്ലി 48% ആണ് പ്രോഫിറ്റ് കിട്ടുന്നത്. സോ അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1.48 ആയിരിക്കും നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ കോൺസെപ്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്ക് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് അല്ല വേണ്ടത്, പ്രോഫിറ്റ് മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കേസിൽ നിന്നും ഇയാളുടെ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി 1.75നെ 0.86 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്ന ആൻസർ 1.505 ആണ്. ഞാൻ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ SP എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, 444 ഇൻറ്റു 1.505 ആണ്. ഇതാണ് ഇയാളുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഇയാളുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? ഇതിൻ്റെ 1 സബ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നതായിരിക്കും അല്ലേ? സോ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 444 ഇൻറ്റു 0.5. സോ ഓൾമോസ്റ്റ് ഇതിൻ്റെ പകുതി ഇതാണ് നമ്മളിവിടെ കിട്ടുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഇതിനെ ഓൾമോസ്റ്റ് പകുതിയായിട്ട് നമുക്ക് 222ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഓൾമോസ്റ്റ് നമുക്ക് എടുത്ത് നോക്കാം. ഇനി രണ്ടാമത്തെ കേസിൽ ഇയാളുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? ഇവിടെ വീണ്ടും ഈ 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 356 ഇൻറ്റു 0.48 ആണ് ഇയാളുടെ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അത് ഓൾമോസ്റ്റ് 170 റുപ്പീസിൻ്റെ അടുത്താണ് വരിക. അപ്പോൾ ആൻസർ കണ്ടുപിടിക്കാൻ ഈ 222ൻ്റെ കൂടെ 170 ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ, നമുക്കിവിടെ 392 സംതിങ് എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് പോകാൻ പറ്റുള്ളൂ. സോ ഇത് എക്സാക്ട്ലി നമ്മൾ 0.505 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 224 പോയിൻറ്റ് സംതിങ് ആണ്. സോ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ 395 പോയിൻറ്റ് സംതിങ്ങിലേക്ക് എത്തും. സോ ഓപ്ഷൻ നമ്പർ 4ലുള്ള 395.10 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് എല്ലാം അടുത്തടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ എക്സാക്റ്റ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കാരണം അപ്രോക്സിമേഷൻ ഇവിടെ വർക്ക് ആവുന്നില്ല, ഓപ്ഷൻസ് അടുത്തടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇനി അതുപോലെ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ വേറൊരു ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്ന അതേപോലത്തെ ചോദ്യമാണ് കേട്ടോ. നോക്കിക്കോ. സച്ചിൻ ബോട്ട് ദ ഫസ്റ്റ് പെൻ ഫോർ 630, സെക്കൻഡ് പെൻ ഫോർ 722. He sells the first pen at 70% profit and the buyer bargains for the price and he has to offer 9% discount. അപ്പോൾ ഈ 630 റുപ്പീസ് വന്നിരിക്കുന്നതിൻ്റെ SP എത്രയായിരിക്കും? ഇൻറ്റു ആദ്യം 1.7 ആണ് ഇവിടെ ഫസ്റ്റ് നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റുക. റീസൺ എന്താ? 1.7 എന്തിനാണ് നമ്മൾ എടുക്കണേ? 70% പ്രോഫിറ്റ് കൊടുത്തു, 9% ഡിസ്കൗണ്ട്. അപ്പോൾ ബാക്കി എത്രയാണ്? 91%. സോ 0.91. ഇതാണ് ആദ്യത്തതിൻ്റെ SP. ഇനി രണ്ടാമത്തതിൻ്റെ SP എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി 71% പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയായിട്ട്? ഇവിടെ നമുക്ക് 722 ഇൻറ്റു 1.71. ഇത് നമുക്ക് SP കിട്ടി, പക്ഷേ നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് ആയതുകൊണ്ട് ആദ്യം നമുക്ക് ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1.7 ഇൻറ്റു 0.91നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1.547 ആണ് ആക്ച്വലി വാല്യൂ വരുന്നത്. അപ്പോൾ ഇയാളുടെ പ്രോഫിറ്റ് എത്രയായിരിക്കും? ഈ 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 630 ഇൻറ്റു 0.547 ഇതാണ് ഒന്നാമത്തതിൻ്റെ പ്രോഫിറ്റ്. രണ്ടാമത്തതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 722 ഇൻറ്റു 0.71. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ ഈസി ആയിട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 344 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുന്നത്. ഈ രണ്ടാമത്തെ കേസിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 512 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുന്നത്. സോ 344ഉം 512ഉം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 856 പോയിൻറ്റ് സംതിങ് ആണ് വരിക. 856ൻ്റെ കൂടെ ഡെസിമൽ വാല്യൂസും കൂടെ നമ്മൾ എക്സാക്ട്ലി ആഡ് ചെയ്യണം. 857 ആണ് എക്സാക്റ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. കാരണം ഇവിടെ വരുന്ന 2 ഡെസിമൽ വാല്യൂസും കൂടെ വരും. ഇവിടെ 344.61ഉം ഇവിടെ 0.62 ആണ് വരുന്നത്. സോ അതും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും 857.23 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവുക. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻസ് അടുത്തടുത്തതായതുകൊണ്ട് തന്നെ നമുക്ക് എക്സാക്റ്റ് വാല്യൂ കിട്ടണം. സോ അതുകൊണ്ടാണ് നമ്മളിതിവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ 61ഉം 62ഉം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് 3 വരും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സാക്റ്റ് അതേ വാല്യൂ ആണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്.
ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ ടൈപ്പും ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഫൈൻഡിങ് ദി മാർക്കപ്പ് പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൾ അയാളുടെ സാധനത്തിൻ്റെ ഒരു കമ്മോഡിറ്റി, ഒരു ആർട്ടിക്കിളിൻ്റെ വില X% കൂട്ടുന്നു. അങ്ങനെ കൂട്ടിയതിന് ശേഷം വീണ്ടും അദ്ദേഹം ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് വിൽക്കുന്നത്. എന്നിട്ട് അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റും തരും. നമുക്ക് വേണ്ടത് ഇവിടെ അദ്ദേഹത്തിൻ്റെ എത്ര ശതമാനം കൂട്ടി എന്നതിൻ്റെ വാല്യൂ ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകിൽ നമ്മൾ ആദ്യം സോൾവ് ചെയ്ത മെത്തേഡിൽ സോൾവ് ചെയ്യാം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഈസി ആയിട്ടുള്ള ഫോർമുലയുണ്ട്. അപ്പോൾ രണ്ട് മെത്തേഡിലും നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ ആദ്യം പറയണു, എ ഷോപ്കീപ്പർ മാർക്ക്ഡ് ഹിസ് ഗുഡ്സ് അറ്റ് X% above the cost price and sold them at a discount of 16%. അപ്പോൾ ഡിസ്കൗണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഗെയിൻഡ് പ്രോഫിറ്റ്, പ്രോഫിറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ, അതായത് മാർക്കപ്പ് ചെയ്തിരിക്കണ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുല, മാർക്ക്ഡ് പ്രൈസ് minus cost price is marked price divided by cost price is equal to 100 plus profit divided by 100 minus of discount. ഡയറക്റ്റ്ലി നമുക്ക് ഈ ചോദ്യം സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ മാർക്ക്ഡ് പ്രൈസും കോസ്റ്റ് പ്രൈസും എത്രയാണെന്ന് അറിയില്ല, പക്ഷേ അത് തമ്മിലുള്ള റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ മാർക്ക്ഡ് പ്രൈസ് ബൈ CP is equal to 100 plus പ്രോഫിറ്റ് എത്രയാണെന്ന് പറഞ്ഞത് 68. സോ 168 ഡിവൈഡഡ് ബൈ 100 മൈനസ് ഓഫ് ഡിസ്കൗണ്ട് എത്രയാ, 100ൽ നിന്ന് 16 പോയിട്ടുണ്ടെങ്കിൽ 84. ഇതിൻ്റെ രണ്ടിൻ്റെയും റിലേഷൻഷിപ്പ് എത്രയാണെന്ന് നോക്കിക്കേ, നേരെ നമുക്ക് 2 എന്ന് കിട്ടും. സോ മാർക്ക്ഡ് പ്രൈസ് is equal to ട്വൈസ് ദി കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിൻ്റെ ഇരട്ടിയാണ് മാർക്ക്ഡ് പ്രൈസ്. ഇരട്ടി ആവണമെന്നുണ്ടെങ്കിൽ 100% കൂട്ടണം അല്ലേ? അപ്പോൾ X%ൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഓപ്ഷൻ ബിയിലുള്ള 100 ആയിരിക്കും. സോ സിമ്പിളായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ എല്ലാവർക്കും? അത്ര ഈസി ആയിട്ട് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു എക്സാമ്പിൾ ചോദ്യം, ഇതും പ്രീവിയസ് ഇയർ ചോദ്യമാണ്. 2025 മറ്റൊരു ഷിഫ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഷോപ്കീപ്പർ മാർക്ക്ഡ് ഹിസ് ഗുഡ്സ് അറ്റ് X% above the CP, sold them at 10% discount, gained 71% profit. എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക? ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡിൽ അല്ലേ? സോ ആദ്യം MP ഡിവൈഡഡ് ബൈ CP, 100 പ്ലസ് പ്രോഫിറ്റ്, പ്രോഫിറ്റിൻ്റെ വാല്യൂ 71. സോ 171 ഡിവൈഡഡ് ബൈ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഡിവൈഡഡ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് 10% ആയിരുന്നു. സോ 90. നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. രണ്ടിനെ നമുക്ക് 9 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാൻ നോക്കിയാലോ? ഈസിലി ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് 10 കിട്ടും. എത്ര തവണ പോകും? 1ഉം 81ഉം 19 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ മാർക്ക്ഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് ബൈ CP ഇസ് ഈക്വൽ ടു 1.9 എന്ന് കിട്ടും. 19/10ൻ്റെ വാല്യൂ 1.9 ആണ്. മാർക്ക്ഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 1.9 ടൈംസ് CP. 1.9 എന്ന് പറഞ്ഞാൽ എത്രയാണ് വ്യത്യാസം? 90% ആണ്. നേരെ ഓപ്ഷൻ 4ലുള്ള 90% ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര സിമ്പിളായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇതുപോലെ വരുന്ന മറ്റ് ഒരുപാട് ടോപ്പിക്സിൽ നിന്ന് വരുന്ന ഷോർട്ട് കട്ട്സ് ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ ഈ വീഡിയോയുടെ ഇപ്പോൾ റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഐ ബട്ടണിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അവിടെ കിട്ടും നമ്മുടെ വാച്ച് ലിസ്റ്റ്, നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ഒരു ID. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ RRB NTPC എക്സാം കഴിയുന്നത് വരെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിലൊന്നുപോലും മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് കൂടെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ടെലഗ്രാമിൽ ഇതാണ് എൻ്റെ ID. ഇവിടെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പല സ്റ്റുഡൻസും മെസ്സേജ് ചെയ്യാറുണ്ട്, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയില്ല, ഇത് എങ്ങനെ ചെയ്യുന്നൊക്കെ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഇതിലൊരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ട്സും PDFസും നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലും ആഡ് ചെയ്യുന്നുണ്ട്. അത് ആക്സസ് ചെയ്യാനും ഇതിലൊരു മെസ്സേജ് അയച്ചാൽ മതി. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ചാനൽ ആക്റ്റീവാണ്. സോ ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ഡെയിലി 6 മണിക്ക് നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ഷോർട്ട് കട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.